ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC 2024 നവംബറിലെ PSC ബുള്ളറ്റിൻ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, സാമ്പത്തിക നോബൽ സമ്മാന ജേതാക്കൾ ഡാരോൺ അസമുഗുലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ എന്നിവർ ഈ വർഷത്തെ, അതായത് 2024 സാമ്പത്തിക നോബൽ സമ്മാനം പങ്കിട്ടു. ഒന്നുകൂടെ പറയാം, 2024 സാമ്പത്തിക നോബൽ സമ്മാന ജേതാക്കളാണ് ഡാരോൺ അസമുഗുലു, സൈമൺ ജോൺസൺ, ജെയിംസ് എ റോബിൻസൺ. ഇന്നലെ ഒരു കറണ്ട് അഫയേഴ്സ് വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഈ സാമ്പത്തിക ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളിലെയും നോബൽ സമ്മാന ജേതാക്കളെ പറ്റി വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയും കൂടി ഒന്ന് പോയി കാണണം. ഓക്കെ, ഓസ്കാർ ജേതാവായ അമേരിക്കൻ നടി ജൂലിയ റോബർട്സിനെ ഫ്രാൻസിൻ്റെ ദേശീയ ചലച്ചിത്ര ബഹുമതിയായ സീസർ പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തു. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. ജലസംരക്ഷണത്തിൽ രാജ്യത്തെ മികച്ച പഞ്ചായത്തായി തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. കേരള സർവകലാശാല അന്താരാഷ്ട്ര നിലവാരമുള്ള സർവകലാശാലകളുടെ പട്ടികയിൽ ഇടം പിടിച്ചു. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില ഥാപ്പറിന്. PG ദേശീയ പുരസ്കാരം പ്രൊഫസർ റോമില ഥാപ്പറിന്. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോകസഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. മികച്ച പാർലമെന്റേറിയനുള്ള TM ജേക്കബ് സ്മാരക പുരസ്കാരത്തിന് ലോകസഭാ അംഗം NK പ്രേമചന്ദ്രൻ അർഹനായി. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഇ-മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. കുട്ടികളെയും മുതിർന്നവരെയും മൊബൈൽ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള സർക്കാർ പദ്ധതിയായ ഇ-മോചൻ ക്ലിനിക്കുകൾ വ്യാപിപ്പിക്കുന്നു. ഈ വർഷത്തെ കേളപ്പജി പുരസ്കാരത്തിന് മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ PV ചന്ദ്രനെ തിരഞ്ഞെടുത്തു. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങൾ ഉണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും വൻ നാശങ്ങളുണ്ടാക്കി ഡാന ചുഴലിക്കാറ്റ്. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി അധികാരമേറ്റു. പ്രത്യേക പദവി റദ്ദാക്കിയതിന് ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. പ്രത്യേക പദവി റദ്ദാക്കിയതിനു ശേഷമുള്ള ജമ്മു കാശ്മീരിലെ ആദ്യ മുഖ്യമന്ത്രിയായി ഒമർ അബ്ദുള്ള സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റു. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന നവംബർ 11 ചുമതലയേൽക്കും. സുപ്രീം കോടതിയുടെ 51ാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന. ഇതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വിജയ കിഷോർ രഹത്കർ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷയായി നിയമിതയായി. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ഇതും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ മിക്കപ്പോഴും എല്ലാ പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്,
ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ. ഐഷാന്ത് അസീമയെ ഇന്ത്യയിലെ മാലിദ്വീപ് സ്ഥാനാധിപതിയായി നിയമിച്ചു. പരമേശ് ശിവമണി തീരരക്ഷാ സേനാ മേധാവിയായി ചുമതലയേറ്റു. വിയറ്റ്നാമിൻ്റെ പ്രസിഡന്റായി ലുവോങ് കുവോങ്ങിനെ ദേശീയ അസംബ്ലി തിരഞ്ഞെടുത്തു. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 16ാം ഉച്ചകോടി റഷ്യൻ നഗരമായ കസാനിൽ തുടങ്ങി. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ 16ാം ഉച്ചകോടി നടന്നത് റഷ്യൻ നഗരമായ കസാനിൽ. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. പാകിസ്ഥാന്റെ സാംസ്കാരിക നഗരമായ ലാഹോർ ലോകത്തിലെ ഏറ്റവും വായു മലിനീകരണമുള്ള നഗരം. മാധവ കവി സ്മാരക ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംസ്ഥാനത്തെ ആദ്യ ഭരണഘടനാ സാക്ഷരതാ ക്യാമ്പസായി പ്രഖ്യാപിച്ചു. ടൈംസ് ഓഫ് ഒമാൻ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് സത്യസായി ഗ്രാം ഗ്ലോബൽ ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദ് കുമാറിന് സമ്മാനിച്ചു. ഈ വർഷത്തെ, അതായത് 2024 ലളിതാംബിക അന്തർജനം സാഹിത്യ പുരസ്കാരം സന്ധ്യ ജയേഷ് പുളിമാത്തിന്റെ ദയാവധം നോവലിന്. സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി പ്രണബ് ജ്യോതിനാഥിനെ നിയമിച്ചു. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലൻഡ് കപ്പുയർത്തിയത്. വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം ന്യൂസിലൻഡിന്. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ 32 റൺസിന് തകർത്താണ് ന്യൂസിലൻഡ് കപ്പുയർത്തിയത്. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ നീതു ഡേവിഡിന് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ICCയുടെ ഹാൾ ഓഫ് ഫെയിം പുരസ്കാരം. ടെസ്റ്റ് ക്രിക്കറ്റിൽ 9000 റൺസ് തികയ്ക്കുന്ന 4ാമത്തെ ഇന്ത്യക്കാരനായി വിരാട് കോഹ്ലി. സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സുനിൽ ഗവാസ്കർ എന്നിവരാണ് നേരത്തെ 9000 തികച്ച ഇന്ത്യക്കാർ. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. സാഫ് അണ്ടർ 17 ഫുട്ബോൾ കിരീടം ഇന്ത്യക്ക്. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. ഇന്ത്യൻ സൂപ്പർ ലീഗ് എന്ന് കേൾക്കുമ്പോൾ തന്നെയൊക്കെ നമ്മുടെ മനസ്സിൽ ഈ സുനിൽ ഛേത്രിയുടെ ഒരു പിക്ചർ ആയിരിക്കുമല്ലോ അല്ലേ? അതങ്ങനെ അങ്ങ് ഓർത്താൽ മതിയേ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ 64 ഗോളുകളോടെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിൻ്റെ റെക്കോർഡ് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സുനിൽ ഛേത്രി സ്വന്തമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ചിലരൊക്കെ ഭയങ്കര വിരാട് കോഹ്ലി ഫാനായിരിക്കും അല്ലേ? അപ്പോൾ ഇത് അങ്ങനെ ഓർത്താൽ മതി. ഞാനും ഒരു വിരാട് കോഹ്ലി ഫാനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചോദിച്ചാലും വിരാട് കോഹ്ലിനെ ആയിരിക്കും പെട്ടെന്ന് ഒരു ആൻസർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു വെക്കുക. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ വേഗത്തിൽ 27,000 റൺസ് തികയ്ക്കുന്ന ആദ്യ താരമായി ഇന്ത്യയുടെ വിരാട് കോഹ്ലി. സ്പാനിഷ് ഫുട്ബോൾ ഇതിഹാസം ആന്ദ്രേ ഇനിയേസ്റ്റ വിരമിച്ചു. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. 2026 ലോകകപ്പ് ഫുട്ബോൾ USA, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് നടത്തപ്പെടുന്നത്. ഓക്കെ. 2020 ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ കുറിച്ച് സിംബാബ്വെ. ഗാസിയയ്ക്കെതിരെ 120 പന്തിൽ നിന്ന് 344 റൺസ് നേടിയാണ് സിംബാബ്വെ റെക്കോർഡിട്ടത്. പല രാജ്യങ്ങളും കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് ഇറ്റലിക്കാരനല്ല, സ്പെയിൻകാരനായ ജൂതനാണെന്ന് DNA പരിശോധനയിൽ കണ്ടെത്തി. 80,000 വർഷത്തിൽ ഒരിക്കൽ ദൃശ്യമാകുന്ന
ഷുജിൻ ഷാൻ അറ്റ്ലസ് ഈബാർ 2023 A3 എന്ന വാൽനക്ഷത്രം കഴിഞ്ഞയാഴ്ച ആകാശത്ത് ദൃശ്യമായി. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ISS 4 യാത്രികരുമായി 2 മാസത്തിലധികം തങ്ങേണ്ടി വന്ന സ്പേസ് ക്രൂ 8 ദൗത്യം ഭൂമിയിലേക്ക് മടങ്ങി എത്തി. സാഹിത്യ വിമർശകനും പ്രഭാഷകനുമായ ബാലചന്ദ്രൻ വടക്കെടത്ത് അന്തരിച്ചു. പാബ്ലോ നെരുദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന വിഖ്യാത നോവലിന്റെ സൃഷ്ടാവ് ആന്റോണിയോ സ്കാമർത്ത അന്തരിച്ചു. ബ്രിട്ടീഷ് ഗായകനും ഗാനരചയിതാവുമായ ലിയം ജെയിംസ് പെയിൻ അന്തരിച്ചു. അമേരിക്കൻ ഗായകൻ ജാക്ക് ജോൺസ് അന്തരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്